This video is sponsored by Car Care, the ultimate car detailer since 2000. ഇത് മസ്താങ് അല്ലേ? വെറും മസ്താങ് വിയറ്റ് മസ്താങ്. വിയറ്റ് മസ്താങ്ങാ? അതെന്തോ സംഭവം? ഓരോ സിലിണ്ടർ അറേഞ്ച്മെന്റ് പെടുന്ന വിയറ്റ് എന്ന് പറയുമ്പോൾ അതെന്തോ സിലിണ്ടർ അറേഞ്ച്മെന്റ്? ഒരു വീഡിയോ ഉണ്ട്, വാ വീഡിയോയിലോട്ട്. എഞ്ചിന്റെ തന്നെ ഇമ്പോർട്ടന്റ് പാർട്ടായ പിസ്റ്റൺ ഇരിക്കുന്ന സിലിണ്ടറൊക്കെ ചേംബറിനെയാണ് എഞ്ചിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. ഒരു 6 ടൈപ്പോളം എഞ്ചിൻ സിലിണ്ടർ അറേഞ്ച്മെന്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻലൈൻ സിലിണ്ടർ അറേഞ്ച്മെന്റ് എന്താണെന്നാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒട്ടുമിക്ക എല്ലാ കാറുകളും ഇൻലൈൻ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ ഉള്ളതാണ്. ഇൻലൈൻ എഞ്ചിൻസിൽ പിസ്റ്റൺ അടുപ്പിച്ചടുപ്പിച്ച് ഒരു ലൈനിൽ എന്ന പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻലൈൻ എഞ്ചിൻസ് ബേസിക് മോട്ടോർ ബൈക്ക് എഞ്ചിൻ മുതൽ മീഡിയം ടു ഹെവി കൊമേഴ്ഷ്യൽ വണ്ടികളിലും കണ്ടുവരുന്നു. ഈ എഞ്ചിനുകൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലും അതുപോലെ തന്നെ എമിഷൻ കുറവുമായിരിക്കും. അത് മാത്രമല്ല, ഇത് ബിൽഡ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. പൊതുവെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടുവരുന്ന 4 സിലിണ്ടർ എഞ്ചിനുകളിൽ പ്രമുഖന്മാരാണ് താർ, ക്രെറ്റ, ഫോർച്യൂണർ, ഇന്നോവ. ഇനി സൂപ്പർ കാർസിന്റെ ഒക്കെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് V6, V8 എന്നൊക്കെ. അതാണ് നമ്മുടെ അടുത്ത അറേഞ്ച്മെന്റ്. അതെ, വി ടൈപ്പ് എഞ്ചിൻസ്. സിലിണ്ടറുകൾ വി ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വി ടൈപ്പ് എഞ്ചിൻസ് പലതരത്തിലുണ്ട്. V6, V8, V10, V12 സിലിണ്ടറിന്റെ എണ്ണമാണ് ഈ നമ്പേഴ്സിൽ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം, വി ടൈപ്പ് എഞ്ചിനുള്ള 2 പിസ്റ്റണുകൾ തമ്മിലുള്ള സിലിണ്ടർ ആംഗിളിൽ വ്യത്യാസം വരാം. അതായത് ഇപ്പോൾ ഫെറാറി V12 എഞ്ചിനിൽ 180 ഡിഗ്രിയാണ് ആംഗിൾ. ഇതൊരു ഫ്ലാറ്റ് എഞ്ചിന് സെയിം ആണ്. ഇനി വോക്സ് വാഗന്റെ വി ടൈപ്പ് എഞ്ചിൻ എടുത്താലോ അത് 15 ഡിഗ്രിയാണ്. വി ടൈപ്പ് എഞ്ചിനുകൾ പൊതുവെ ഹൈ സ്പീഡ് പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്നതും എയറോഡൈനാമിക്കലി ബെറ്ററും ഒക്കെയാണ്. എന്നാൽ ഇത്തരം എഞ്ചിനുകൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറവും മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലുമാണ്. അതുകൊണ്ട് വി ടൈപ്പ് എഞ്ചിൻസ് പൊതുവെ കണ്ടുവരുന്നത് സൂപ്പർ കാർസിലും ലക്ഷറി കാർസിലും ഒക്കെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലുള്ള വി ടൈപ്പ് എഞ്ചിൻസ് നോക്കിയാൽ അത് എൻഡേവറിലും XUV500ലും പിന്നെ ഓഡി Q7, Q5, BMW X3, X5ലും ഒക്കെ നമുക്ക് കാണാം. ഇനി അധികം ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. പണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതി സുസുക്കിയുടെ ഒരു ലെജൻഡ് വി ടൈപ്പ് എഞ്ചിൻ ഉണ്ടായിരുന്നു. അതാണ് മാരുതി സുസുക്കിയുടെ കിസാഷി വിത്ത് 3.6 ലിറ്റർ V4 എഞ്ചിൻ, 275 ഹോഴ്സ് പവർ ആൻഡ് 350 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വി ടൈപ്പ് എഞ്ചിൻ എടുത്ത് ഫ്ലാറ്റ് ആക്കി വെച്ചാൽ എങ്ങനെയായിരിക്കും? അതാണ് നമ്മുടെ അടുത്ത അറേഞ്ച്മെന്റ്, ഫ്ലാറ്റ് എഞ്ചിൻ ടൈപ്പ്. ഈ എഞ്ചിൻ നമുക്ക് പോർഷെ 911, സുബാരു ഇംപ്രസ, വോക്സ്വാഗൻ ബീറ്റിൽ, വോക്സ്വാഗൻ പസാറ്റ്, ഓഡി A5, S5 തുടങ്ങിയ കാറുകൾ കാണാൻ കഴിയും. വി ടൈപ്പ് എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രൈമറി ബാലൻസും വൈബ്രേഷൻ കുറവുമായിരിക്കും ഫ്ലാറ്റ് എഞ്ചിൻസിൽ. പിസ്റ്റണിന്റെ ഹെഡ് സൈഡിലോട്ടായതിനാൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കുറച്ച് പാടായിരിക്കും. ഇതാണ് ഈ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഈ ഫ്ലാറ്റ് എഞ്ചിൻസ് മാത്രമല്ല, പോർഷെ വേറൊരു എഞ്ചിൻ സിലിണ്ടർ അറേഞ്ച്മെന്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ബോക്സർ എഞ്ചിൻ. ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 സൈഡിലുമായി സിലിണ്ടേഴ്സിനെ ഓപ്പോസിറ്റായി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ബോക്സർ എഞ്ചിൻ. പോർഷെ മാത്രമല്ല, സുബരു, ടൊയോട്ടയൊക്കെ ബോക്സർ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ പോർഷയുടെ Cayman 718, സ്പൈഡർ, ബോക്സ്റ്റർ ഇതിനൊക്കെ അന്യായ ഫാൻ ബേസ് ആണ്. ഇനി ബുഗാട്ടി എന്ന് കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിലേക്ക് എത്തുന്ന ഒരു റെയർ എഞ്ചിൻ ടൈപ്പ് കൺഫിഗറേഷനാണ് W ടൈപ്പ്. ഈ എഞ്ചിൻ W ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ബുഗാട്ടി വെയ്റോൺ, ഷിറോൺ കൂടാതെ ബെൻലി കോണ്ടിനെന്റൽ GT, മെഴ്സിഡസ് ബെൻസിന്റെ ഫോർമുല 1 ലെജൻഡ് കാറായ W125, പിന്നെ നമ്മുടെ പഴയ ഷെർമൻ ടാങ്കുകളിലൊക്കെയാണ് ഈ ഒരു എഞ്ചിൻ കണ്ടുവന്നിരുന്നത്. ഫൈനലി നമ്മൾ പരിചയപ്പെടുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിച്ച റോട്ടറി എഞ്ചിൻസ് അല്ലെങ്കിൽ ഒരു വാങ്കിൾ എഞ്ചിനെ പറ്റിയാണ്. ഈ എഞ്ചിനുകളിൽ പിസ്റ്റണിന് പകരം ഒരു ട്രയാങ്കുലർ റോട്ടറാണ് വരുന്നത്. മസ്ത എന്ന ജാപ്പനീസ് ബ്രാൻഡാണ് ഈ ടൈപ്പ് എഞ്ചിനുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു മോഡലാണ് മസ്തയുടെ RX-8. അടുത്തടുത്തായി വേണ്ടി വരുന്ന സർവീസ് ആൻഡ് മെയിൻ്റനൻസ്, തീരെ മോശമായിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി, ഫ്യൂൽ അൺബേൺഡായി ഹാംഫുൾ ആയിട്ടുള്ള എമിഷൻസ് പുറന്തള്ളുന്നു എന്നീ കാരണങ്ങളാൽ പല റോട്ടറി എഞ്ചിനുകളും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഏറ്റവും അവസാനമായി ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡലാണ് നമ്മുടെ മസ്തയുടെ നേരത്തെ പറഞ്ഞ RX-8. 2012 RX-8 ഡിസ്കണ്ടിന്യൂ ചെയ്തത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ എഞ്ചിൻ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ വീഡിയോ കൂടെ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്തേക്ക്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ഡോണ്ട് മിസ് ദ ചെക്ക് എഞ്ചിൻ ജേണി. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. 22 വർഷത്തിലധികമായി കാർ ഡീറ്റെയിൽ രംഗത്തെ കൊല്ലത്തെ നമ്പർ 1 ആണ് കാർ കെയർ. സെറാമിക്, PPF, ഗ്രഫൈൻ, ബോറോഫിൻ, നാനോ ഡയമണ്ട് എന്നിങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും കാർ കെയറിൽ ലഭ്യമാണ്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കാറിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് കാർ കെയർ.